ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് ചെങ്കൽ സർക്കാർ യു.പി. സ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റു. സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി നേഹയെയാണ് പാമ്പ് കടിച്ചത്. കുട്ടി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. VS അനുരാഗാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുരാഗ്, കുട്ടിയെ സ്കൂളിൽ നിന്നാണോ പാമ്പ് കടിച്ചത്? എപ്പോഴായിരുന്നു ഈ ഒരു പാമ്പ് കടിയേറ്റത്? കുട്ടിയുടെ ആരോഗ്യനില ഏതു രീതിയിലാണ്? ചെങ്കൽ UP സ്കൂളിൽ ഇന്ന് ക്രിസ്മസ് ആഘോഷമായിരുന്നു. ക്ലാസ് മുറിയിൽ ആഘോഷം നടക്കുന്നതിനിടെയാണ് നേഹയ്ക്ക് പാമ്പ് കടിയേറ്റത്. വലത് കാൽപാദത്തിലാണ് ഈ പാമ്പ് കടിയേറ്റത്. ആ സമയത്ത് മുള്ളുകുത്തുന്ന വേദന അനുഭവപ്പെട്ടു. ഈ സമയത്ത് നോക്കുന്ന സമയമാണ് ക്ലാസ് മുറിക്കുള്ളിൽ പാമ്പിനെ കണ്ടത്. കുട്ടികൾ ചിതറി ഓടുകയും ചെയ്തു. പിന്നാലെ ഈ കുട്ടിയെ ആദ്യം അവിടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ്. ഇപ്പോൾ 2 മണിക്കൂർ ഇടവിട്ട് രക്തം പരിശോധിക്കുന്നുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ക്ലാസ് മുറിക്കുള്ളിൽ വെച്ച്, സർക്കാർ സ്കൂളിലെ ക്ലാസ് മുറിക്കുള്ളിൽ വെച്ച് ഒരു കുട്ടിക്ക് പാമ്പ് കടി ഏറ്റു എന്നത് വളരെ ഗൗരവതരമായ കാര്യം തന്നെയാണ്. എന്തായാലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് എന്തായാലും ആശ്വാസകരമാണ്. അതാണ് അനുരാഗ്, ക്ലാസ് മുറിക്കുള്ളിൽ വെച്ചാണ് കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം ലഭ്യമാണോ? മറ്റ് വിശദീകരണമൊന്നും ലഭ്യമല്ല. എന്തായാലും ആ സമയത്ത് കൃത്യമായി എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്, ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. മറ്റ് കൊടും വിഷമുള്ള പാമ്പല്ല എന്നുള്ളതാണ് അധ്യാപകർ നൽകുന്ന വിശദീകരണം. പക്ഷേ സർക്കാർ സ്കൂളാണ്, പഴയ കെട്ടിടമാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ സമയത്ത് ക്രിസ്മസ് ആഘോഷം നടക്കുമ്പോൾ വെറും 7ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും അതിൽ കൃത്യമായി നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരത്തിൽ കാലപ്പഴക്കമുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല വർഷാവർഷം ഇത്തരത്തിൽ കൃത്യമായ പരിശോധനയും മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെയും നടത്തിയ ശേഷമാണ് ഓരോ വർഷവും അധ്യയന വർഷം ആരംഭിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ? കുട്ടികളെ സുരക്ഷിതമായി തന്നെ, അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ സുരക്ഷിതമായി തന്നെ വീട്ടിലേക്ക് പോകേണ്ട സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അതെല്ലാം അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ വരുന്നത് ഏറ്റവും പ്രധാനമായും കുട്ടിയുടെ ആരോഗ്യനിലയിൽ തൃപ്തികരമാണ്. പക്ഷേ ആ ഗൗരവതരമായ സാഹചര്യം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. തിരുവനന്തപുരം ചെങ്കൽ സ്കൂളിലാണ്, സർക്കാർ സ്കൂളിലാണ് വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റിരിക്കുന്നത്. UP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് പാമ്പ് കടിച്ചത്. സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി നേഖയെയാണ് പാമ്പ് കടിച്ചത്. കുട്ടി ഇപ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെ ക്ലാസ്സിൽ വെച്ചാണ് കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. സ്കൂള് പഴയ സർക്കാർ സ്കൂളാണ്, പഴയ കെട്ടിടമാണ്. അവിടെ നിന്നാണ് കുട്ടിക്ക് ഇത്തരത്തിലൊരു പാമ്പ് കടിയേറ്റത്. കുട്ടിയെ ഉടൻ തന്നെ സ്കൂൾ അധികൃതർ ആശുപത്രിയിൽ എത്തിച്ചു. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രക്തം പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരം ചെങ്കൽ UP സ്കൂളിലെ വിദ്യാർത്ഥിനി നേഖയെയാണ് പാമ്പ് കടിച്ചത്. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെയാണ് പാമ്പ് കടിക്കുന്നത്. കാലിൽ മുള്ളു തറച്ചതുപോലുള്ള വേദന അനുഭവപ്പെട്ട് നോക്കുമ്പോഴാണ് പാമ്പിനെ കണ്ടത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്.